ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് വർക്കാണ്. എനിക്കെൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് വർക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഡേ ഓഫ് വർക്ക് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ റെഡിയിട്ട് തരാം. അങ്ങനെ റെഡിയായി. ഇനി എൻ്റെ കോട്ട് ഓടിയിട്ടാണ് ഞാൻ സെറ്റ്. അപ്പോൾ ഞാൻ ഫുൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിണ്ടാവും എവിടെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു എന്നുള്ളത്. അത് ഞാൻ ഒരു സ്കൂളിലായിരുന്നു കേട്ടോ, സ്കിൽ ഡെവലപ്മെന്റ് ഫാക്കൽറ്റി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഒരു സ്കൂൾ ടീച്ചർ ആവണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ പോലും ഉണ്ടായിരുന്നില്ല. PG കഴിയാൻ നേരെ പ്രൊഫസർ ആവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിന് പോവാന്ന്. കാരണം അന്നേരം എൻ്റെ നെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 7 to 10th ഈ ഒരു ക്ലാസ് കാറ്റഗറി ആയിരിക്കും ഞാൻ എടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. പക്ഷേ ഇവരെന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ ചെയ്തതാണ്. ഇവരുടെ ഒരു ഫാക്കൽറ്റി റിസൈൻ ചെയ്തപ്പോൾ അവരാണെങ്കിൽ ലോവർ സെക്ഷനാണ് ഡീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇവർ ലോവർ സെക്ഷൻ നേരെ എനിക്ക് തന്നു. അപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഒരാഴ്ച ഞാൻ എന്തൊക്കെ കാണിച്ചെന്ന് എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല. കാരണം ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു ടെസ്റ്റും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ചെയ്ത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ട്രാക്ക് കയറി കുട്ടികളെ കയ്യിലെടുക്കേണ്ട ആ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ കൈ കിട്ടിയപ്പോൾ പിന്നെ ഫുള്ള് നല്ല രസമായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ലാസ്റ്റ് പോരാൻ നേരത്ത് ഒരു വൻ കരച്ചിലായിരുന്നു, മിസ്സേ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെയായാലും പോകുന്നല്ലേ പറ്റൂ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഹെഡ് ഓഫീസിലേക്ക് കുറച്ച് കൊറിയറൊക്കെ അയക്കേണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സാറാട്ടോ, എന്താ സാറിൻ്റെ പേര് ആലാപ്ന, വെറൈറ്റിയിലെ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി, കുളിച്ച് പിന്നെ ഞാൻ അവിടെ എന്നും നല്ല ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരു കോവിലുണ്ട്. ആ കോവിലിൽ പോയി തൊഴുത് അങ്ങനെ മൊത്തത്തിൽ കൊല്ലത്തിന് ടാറ്റ ബൈ ബൈ പറഞ്ഞു.